Good morning all. This is your Radhira Miss. Hope all are safe at home. മക്കളെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ പോർഷൻസൊക്കെ ഏകദേശം എൻഡിങ്ങിലായിട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് പഠിക്കുക കേട്ടോ. നമ്മൾ എക്സാമിന് വേണ്ടി കാത്തിരിക്കാണ്ട് അന്നുള്ള പോർഷൻസ് അന്ന് തന്നെ പഠിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പുതിയൊരു ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്തായിരുന്നു അത്? സ്ക്രാച്ച് പ്രോഗ്രാമിംഗ് ഇൻട്രൊഡക്ഷൻ ടു ഗെയിം ക്രിയേഷൻ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അത് ഫോണിൽ അത് ഇൻസ്റ്റാൾ ചെയ്ത് എങ്ങനെ അത് ഗെയിം ക്രിയേറ്റ് ചെയ്യാമെന്നൊരു സാമ്പിൾ വീഡിയോയും കൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ വിളിച്ച് അതിൻ്റെ ഡൗട്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. വളരെ സന്തോഷം. സോ ഇന്നത്തെ സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. മെയിനായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന സ്ക്രാച്ചിൻ്റെ പ്രത്യേകത എന്താണ്? സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ആനിമേഷൻസും ഗെയിമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലേ? അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ് ഒബ്ജക്റ്റിൻ്റെ പേരാണ് സ്പ്രൈറ്റ്സ്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ് അതിൽ അവൈലബിൾ ആണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് ഇമേജസും ഷേപ്സൊക്കെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റെപ്സൊക്കെ പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ ടോപ്പിക്ക് പഠിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. ഇന്ന് ഞാൻ ഫോണിൽ ചെയ്ത ഒരു ഗെയിം ക്രിയേഷൻ അല്ല, ഒരു ആനിമേഷൻ വീഡിയോയും കൂടെ മക്കൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ. അപ്പം ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Working with multiple series. We can add multiple sprites to our stage. അതായത് മൾട്ടിപ്പിൾ സ്പ്രൈറ്റ്സിനെ നമുക്ക് നമ്മുടെ സ്റ്റേജിലേക്ക് ആഡ് ചെയ്യാമെന്ന്. എന്താ സ്പ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്ട്സ് അല്ലേ? സോ ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സിനെ നമുക്ക് ഒരു സ്റ്റേജിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് സ്റ്റെപ്സ് നമുക്ക് ഫോളോ ചെയ്യേണ്ടതുണ്ട്. For working with more than one sprite, we need to follow the steps given below. First one, open a scratch project. ഏതെങ്കിലും ഒരു സ്ക്രാച്ച് പ്രൊജക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? ആഡ് കോർണേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ടു ദി സ്റ്റേജ് ബൈ ചൂസിങ് ഇറ്റ് ഫ്രം ദി ബാക്ക്ഡ്രോപ്പ് ലൈബ്രറി. മക്കളെ, നിങ്ങൾ ബാക്ക്ഡ്രോപ്പ് ലൈബ്രറിയിൽ നിന്ന് കോർണേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഇതാണ് നമ്മുടെ ബാക്ക്ഡ്രോപ്പ് ലൈബ്രറി. ഓക്കെ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ആഡ് 2 sprites ഓൺ ദി സ്റ്റേജ് അറ്റ് ഡിഫറെൻറ്റ് കോർഡിനേറ്റ്സിലായിട്ട് 2 സ്പ്രൈറ്റ്സിനെ ആഡ് ചെയ്യുക. നമ്മുടെ ഇഷ്ടമുള്ള സ്പ്രൈറ്റ്സിനെ നമുക്ക് ആഡ് ചെയ്യാം. ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? യൂസിങ് ഡിഫറെൻറ്റ് ബ്ലോക്സ് വി ക്യാൻ ആഡ് ഇവൻറ്റ്സ് മൂവ്മെൻറ്റ്സ് ഓഫ് ദിസ് 2 sprites. അതിനുശേഷം പല പല ബ്ലോക്കുകളായിട്ട് നമുക്ക് ഈ 2 സ്പ്രൈറ്റ്സുകളുടെയും മൂവ്മെൻറ്റ്സും ഇവൻറ്റ്സൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മളിവിടെ 2 സ്പ്രൈറ്റ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് എയ്റോപ്ലെയിനും രണ്ടാമത്തേത് ഒരു സ്പേസ് ഷിപ്പും അല്ലേ? അപ്പോൾ എയ്റോപ്ലെയിൻ്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇവിടെ 100 ആണ്. ആൻഡ് സ്പേസ് ഷിപ്പിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് -100, 100 ആണ്. ഓക്കെ. അപ്പോൾ ഈ 2 കോർഡിനേറ്റ്സിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സും ഇവൻറ്റ്സൊക്കെ നമുക്കിത് കൊടുക്കാവുന്നതാണ്. ഓക്കെ. So when we click on one sprite, blocks change according to it under script tab. അതായത് നമ്മൾ സ്ക്രിപ്റ്റ് ടാബിൽ കൊടുത്തിരിക്കുന്ന കോഡ് അനുസരിച്ച് നമ്മൾ ഏത് സ്പ്രൈറ്റിലാണോ ടച്ച് ചെയ്യുന്നത്, ഏത് സ്പ്രൈറ്റിലാണോ ക്ലിക്ക് ചെയ്യുന്നത് അതിന് ചേഞ്ച് സംഭവിക്കും. മനസ്സിലായോ? എന്താണ്? സ്ക്രിപ്റ്റ് ടാബിനനുസരിച്ചാണ് നമ്മൾ ടച്ച് ചെയ്യുന്ന സ്പ്രൈറ്റിനും ചേഞ്ച് വരുന്നത്. Then sixth step എന്താണ്? We can create our code in the scripts area by dragging and dropping the blocks. നമ്മുടെ സ്ക്രിപ്റ്റ് ഏരിയയിൽ നമുക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയ പുതിയ കോഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനനുസരിച്ച് ആനിമേഷൻസ് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ഇപ്പം മനസ്സിലായി. അപ്പം നമുക്ക് ഒരു സ്പ്രൈറ്റ് മാത്രമല്ല മൾട്ടിപ്പിൾ സ്പ്രൈറ്റ്സ് ആഡ് ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാം. യൂസ് ഓഫ് ഡിഫറെൻറ്റ് ബ്ലോക്സ്. മക്കളെ, നമ്മൾ ഫസ്റ്റ് സെക്ഷൻ്റെ അകത്ത് കുറച്ച് ബ്ലോക്സ് പരിചയപ്പെട്ടിരുന്നു. ആ ബ്ലോക്സൊക്കെ കുറച്ച് കാറ്റഗറീസിലാണെന്നും പരിചയപ്പെട്ടിരുന്നു. ഏകദേശം 10 കാറ്റഗറികളുണ്ട്. സോ അതിനകത്ത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യകതയുണ്ട്. ഓക്കെ. നമുക്കത് പഠിക്കാം. അതിന് വേണ്ടിയിട്ട് മക്കൾ ടെക്സ്റ്റ് നന്നായിട്ട് നോക്കുക കേട്ടോ. എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക.
എന്നിട്ട് നോക്കുക. ഓക്കെ, പേജ് നമ്പർ 44 ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് മോഷൻ ബ്ലോക്ക്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ്. ദ ബ്ലോക്ക് ഗ്രൂപ്പ്ഡ് അണ്ടർ മോഷൻ ബ്ലോക്ക് കൺട്രോൾസ് ദി മൂവ്മെൻറ്റ് ഓഫ് ദി സ്പ്രൈറ്റ്സ്. അതായത് മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ബ്ലോക്കാണ് മോഷൻ ബ്ലോക്ക്. ഓക്കെ, ഇറ്റ് കൺസ്റ്റിറ്റ്യൂട്ട് 14 സ്റ്റാക്ക് ബ്ലോക്സ് ആൻഡ് ദിസ് ഹെൽപ്പ് ടു പെർഫോം ദി ആക്ഷൻസ്. ഇതിൻ്റെ അകത്ത് ഏകദേശം 14 സ്റ്റാക്ക് ബ്ലോക്സ് ഉണ്ട്. ഓക്കെ, ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് 3 റിപ്പോർട്ടർ ബ്ലോക്സ് which are used to set the direction and position of the sprites. കണ്ടോ, പൊസിഷനും ഡയറക്ഷനും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 റിപ്പോർട്ടർ ബ്ലോക്സും കൂടെ ഇവിടെയുണ്ട്. അപ്പം നമുക്ക് ടെക്സ്റ്റിലെ ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, if we want to move aeroplane sprite whenever we click on run button, ഫോളോ ദി ഗിവൺ സ്റ്റെപ്സ്. നമ്മുടെ കണ്ടീഷൻ എന്താണ്, നമ്മുടെ ആവശ്യം എന്താണ് മക്കളെ, നമുക്ക് എയ്റോപ്ലെയിനെ മൂവ് ചെയ്യിക്കണം അല്ലേ. അപ്പോൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്സ് എന്താണ്, സെലക്ട് എയ്റോപ്ലെയിൻ സ്പ്രൈറ്റ്സ് ഫ്രം ദി സ്പ്രൈറ്റ് പാനൽ. ആദ്യം തന്നെ നമ്മൾ സ്പ്രൈറ്റ് പാനലിൽ നിന്ന് നമ്മുടെ എയ്റോപ്ലെയിനെ ചൂസ് ചെയ്യുക. ദെൻ ക്ലിക്ക് ഇവൻ ബ്ലോക്സ് ആൻഡ് സെലക്ട് ദിസ് ബ്ലോക്ക്. ഓക്കെ, ആൻഡ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇറ്റ് ഓൺ ദി സ്ക്രിപ്റ്റ്സ് ഏരിയ. അതിനുശേഷം നമ്മുടെ അത് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മുടെ സ്ക്രിപ്റ്റ്സ് ഏരിയയിൽ പ്ലേസ് ചെയ്യണം. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഡ്രാഗ് ചെയ്തതിന് ശേഷം. മക്കൾ ചുമ്മാ അത് വെച്ചാൽ മതി, അത് തമ്മിൽ കണക്റ്റ് ആയിക്കോളൂ. അടുപ്പിച്ചടുപ്പിച്ച് വെക്കുക. ഓക്കെ, ദെൻ നൗ ക്ലിക്ക് ഓൺ മോഷൻ ബ്ലോക്ക് ആൻഡ് സെറ്റ് മൂവ് 10 സ്റ്റെപ്സ് ബ്ലോക്ക്. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇറ്റ് നെക്സ്റ്റ് ടു ദി വെൻ ബ്ലോക്ക് ഇൻ ദി സ്ക്രിപ്റ്റ്സ് ഏരിയ. അതിനുശേഷം എന്ത് ചെയ്യുക, മോഷൻ ബ്ലോക്ക് ക്ലിക്ക് ചെയ്യുക. അതിന് എത്ര സ്റ്റെപ്സ് ആണ് മൂവ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുക്കുക. ഇവിടെ 10 സ്റ്റെപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് വിൽ അപ്പിയർ ലൈക്ക് ദിസ്. കണ്ടോ, അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയിട്ട് വരും. കണ്ടോ, അവർ തമ്മിൽ അലൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇങ്ങനെയാണ് ഡ്രാഗ് ചെയ്യുമ്പോൾ അടുപ്പിച്ചടുപ്പിച്ചാണ് വരുന്നത് കേട്ടോ. സോ ഓൺ ക്ലിക്കിംഗ് ദ ഗ്രീൻ ഫ്ലാഗ് ദ എയറോപ്ലെയിൻ സ്പ്രൈറ്റ് വിൽ മൂവ് ഫോർവേഡ് ബൈ 10 സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ ആ ഗ്രീൻ ഫ്ലാഗ് കണ്ടോ, ആ ഗ്രീൻ ഫ്ലാഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എയറോപ്ലെയിൻ 10 സ്റ്റെപ്സ് മൂവ് ചെയ്യാൻ തുടങ്ങും. ഒരു പ്രോഗ്രാം മനസ്സിലായോ? ഈ പ്രോഗ്രാമിൻ്റെ കോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിലുണ്ട് കണ്ടോ, മൂവ് 10 സ്റ്റെപ്സ്, ദെൻ ടേൺ 15 degrees, ടേൺ 50 degrees, പോയിൻ്റ് ഇൻ ഡയറക്ഷൻ, പോയിൻ്റ് അവേഴ്സ്, അങ്ങനെ കോഡ് അതിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടോ, പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ മോഷൻ ചേഞ്ച് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ക്ലിയർ ആയോ മക്കളെ? മോഷൻ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ മോഷൻ ബ്ലോക്ക് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുക, സ്പ്രൈറ്റ്സിൻ്റെ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുക. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ബ്ലോക്ക് ഏതാണെന്ന് പഠിക്കാം. സെക്കൻഡ് വൺ ഈസ് ലുക്സ് ബ്ലോക്ക്. This block controls the looks of the sprites. It constitutes 16 stack blocks and 3 are reporter blocks. മക്കളെ, ലുക്സ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതെന്താ ചെയ്യുന്നത്, ലുക്സിനെ കൺട്രോൾ ചെയ്യും. അതായത് സൈസ് ആകാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പ് ആകാം, അതിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതിന് ഏകദേശം 16 സ്റ്റാക്ക് ബ്ലോക്സും ഉണ്ട്, 3 റിപ്പോർട്ടർ ബ്ലോക്സും ഉണ്ട്. കണ്ടോ, ആ റിപ്പോർട്ടർ ബ്ലോക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കോസ്റ്റ്യൂം, ബാക്ക്ഡ്രോപ്പ്, നെയിം, സൈസ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. വീണ്ടും നിങ്ങൾ ടെക്സ്റ്റ് നോക്കുക കേട്ടോ. ടെക്സ്റ്റിലെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഫോർ എക്സാമ്പിൾ, ഇഫ് വി വാണ്ട് ടു ചേഞ്ച് ദ സൈസ് ഓഫ് ദി എയറോപ്ലെയിൻ സ്പ്രൈറ്റ് ബൈ 10 and also want to say hello for 2 seconds when run button is clicked. നമ്മുടെ ആവശ്യം എന്താണ്, നമ്മുടെ പ്രോഗ്രാം എന്താണ് മക്കളെ? നമ്മുടെ എയറോപ്ലെയിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ. എത്രയാക്കണം? 10 ആക്കണം. അതുമാത്രമല്ല, എയറോപ്ലെയിൻ മൂവ് ചെയ്യുമ്പോൾ 2 സെക്കൻഡ് സമയത്തേക്ക് ഹലോ എന്നും പറയണം. ഓക്കെ, ഇതാണ് നമ്മുടെ എയിം. അപ്പോൾ നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. എന്ത് സ്റ്റെപ്പാണ് നമുക്കതിന് വേണ്ടി ഫോളോ ചെയ്യേണ്ടത്? ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് സെലക്ട് എയറോപ്ലെയിൻ സ്പ്രൈറ്റ് ഫ്രം ദി സ്പ്രൈറ്റ്സ് പാനൽ. നമ്മൾ സ്പ്രൈറ്റ് പാനലിൽ നിന്ന് നമ്മുടെ എയറോപ്ലെയിൻ സെലക്ട് ചെയ്യണം. Then we have already written script for aeroplane movement. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എയറോപ്ലെയിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ ഓൾറെഡി റിട്ടൺ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മൂവ്മെൻറ്റിൻ്റെ.
അത് കഴിഞ്ഞ പ്രോഗ്രാം ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, നൗ വി വിൽ ആഡ് 2 ബ്ലോക്സ് ഫ്രം ദി ലുക്സ് ബ്ലോക്ക്. നമ്മൾ ലുക്സ് ബ്ലോക്കിൽ നിന്ന് 2 ബ്ലോക്ക് കൂടെ ആഡ് ചെയ്യണം. ഏതൊക്കെയാണ്? നമുക്ക് 2 കാര്യങ്ങളാണ് ഉള്ളത് അല്ലേ? നമ്മുടെ സൈസ് ചേഞ്ച് ആക്കുക, പിന്നെ എയർപ്ലെയിൻ 2 സെക്കൻഡ് ടൈമിലേക്ക് ഹലോ പറയുക. കണ്ടോ, അതിനു വേണ്ടി 2 ബ്ലോക്ക് അവിടെ നിന്ന് ആഡ് ചെയ്തു. ഏതൊക്കെയാ? ചേഞ്ച് സൈസ് ബൈ 10 ആൻഡ് സേ ഹലോ ഫോർ 2 സെക്കൻഡ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് എന്താണ്? ദ സ്ക്രിപ്റ്റ് വിൽ അപ്പിയർ ലൈക്ക് ദിസ്. ഇങ്ങനെയാണ് സ്റ്റെപ്പ് വരുന്നത്. നോക്കി, ഏതൊക്കെയാണ് മക്കളെ? ആദ്യം മൂവ് 10 സ്റ്റെപ്സ് മൂവ് ചെയ്യുക. അത് നമ്മൾ മോഷൻ ബ്ലോക്കിൽ പഠിച്ചു അല്ലേ? അതിനുശേഷം ഇപ്പോഴെന്താ ചെയ്തത്? 2 എണ്ണം കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഏതൊക്കെയാണ് 2 എണ്ണം? ചേഞ്ച് സൈസ് ബൈ 10 ആൻഡ് സേ ഹലോ ഫോർ 2 സെക്കൻഡ്. ഓക്കെ, ദെൻ ഓൺ ക്ലിക്കിംഗ് ഓൺ ഗ്രീൻ ഫ്ലാഗ്. നമ്മുടെ ആ ഗ്രീൻ ഫ്ലാഗിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രോഗ്രാം റൺ ആവുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ എയറോപ്ലെയിൻ എന്ത് ചെയ്യും? The aeroplane sprite will move 10 steps and also change the size by 10. Along with these changes, it also say hello for 2 seconds. ഈ ചേഞ്ചുകളോടൊപ്പം അത് ഹലോ എന്നും പറയും. ഓക്കെ, ഇതിൻ്റെ പ്രോഗ്രാം കോഡ് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. കണ്ടോ? നമുക്ക് വേണമെങ്കിൽ വേറെയും കാര്യങ്ങൾ ഹലോ മാത്രമല്ല വേറെയും വേർഡ്സ് നമുക്കതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുമാത്രമല്ല നമുക്ക് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ ചേഞ്ച് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഗ്രാഫിക്സ് ക്ലിയർ ചെയ്യാം. അങ്ങനെ ഫോണ്ടൊക്കെ സൈസൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പലതും നമുക്കിതിനകത്ത് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ബ്ലോക്ക് പരിചയപ്പെടാം. Third one is control block. The blocks in this group are used to control the flow in the code. There are 11 control blocks in this group. മക്കളെ, കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പം സപ്പോസ് നമ്മളൊരു കോഡ് ചെയ്തു, അല്ലെങ്കിൽ എയ്റോപ്ലെയിൻ മൂവ് ചെയ്യിച്ചു. അപ്പോൾ ഇതിനൊരു കൺട്രോൾ വേണ്ട, അല്ലെങ്കിൽ നമുക്കത് എന്ത് പറ്റും? നമുക്ക് ഒരു ലിമിറ്റ് കാണത്തില്ല. ഇത് എവിടം തൊട്ട് എവിടം വരെ മൂവ് ചെയ്യണമെന്നും എവിടം തൊട്ട് എവിടം വരെ ജമ്പ് ചെയ്യുക, എങ്ങോട്ട് തിരിയണം, അതിനൊക്കെ ഒരു കൺട്രോൾ കാണത്തില്ല. ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരു ജമ്പിങ് തന്നെ ഒരു 6 times വേണം, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം എന്തൊക്കെ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള കൺട്രോളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൺട്രോൾ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റിനകത്ത് ഒരു എക്സാമ്പിൾ ഉണ്ട്, നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഫോർ എക്സാമ്പിൾ, വി വാണ്ട് ടു റിപ്പീറ്റ് ദ എബോവ് സ്ക്രിപ്റ്റ് 5 times. നമ്മൾ കഴിഞ്ഞ ബ്ലോക്കിൽ വരെ ചെയ്തത്. കഴിഞ്ഞ ബ്ലോക്ക് ഏതാണ്? യെസ്, ലുക്സ് ബ്ലോക്ക് അല്ലേ? അപ്പം ലുക്സ് ബ്ലോക്ക് വരെയുള്ള കാര്യങ്ങൾ നമുക്ക് 5 times റിപ്പീറ്റ് ചെയ്യണം. ഏതായിരുന്നു ആ 5 times റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ? എന്താണ്? എയറോപ്ലെയിൻ 10 steps മൂവ് ചെയ്യണം, പിന്നെ സൈസ് ചേഞ്ച് ആകണം, പിന്നെ ഹലോ പറയണം. ഇതൊരു 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. ദാറ്റ്സ് അവർ എയിം. ഓക്കെ, അപ്പോൾ കൺട്രോൾ ബ്ലോക്ക് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. സോ വി വിൽ ഫോളോ ദി സ്റ്റെപ്സ് ഗിവൺ ബിലോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെലക്ട് എയർപ്ലെയിൻ സ്പ്രൈറ്റ് ഫ്രം ദി സ്പ്രൈറ്റ്സ് പാനൽ. നമ്മൾ സ്പ്രൈറ്റ്സ് പാനൽ നമ്മുടെ എയർപ്ലെയിൻ സെലക്ട് ചെയ്യുക. ദെൻ ടു ദി സ്ക്രിപ്റ്റ് വി ഹാവ് ഓൾറെഡി റിട്ടേൺ. നമ്മുടെ സ്ക്രിപ്റ്റ്സ് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഉണ്ട് അല്ലേ? നമ്മൾ കഴിഞ്ഞ ഇതിലെഴുതിയത് ഓൾറെഡി നമ്മുടെ അവിടെ ഉണ്ടാകും. So we will add that block from the control block below the when block and change the value to 5 in the repeat block. Okay, നമ്മൾ 5 times അത് ആഡ് ചെയ്യുക. കണ്ടോ, റിപ്പീറ്റ് 5. കണ്ടോ മക്കളെ? സോ ഇറ്റ് വിൽ ലൈക്ക് ദിസ്. മക്കൾ ടെക്സ്റ്റ് നോക്കിയാൽ കണ്ടോ, റിപ്പീറ്റ് 5 എന്ന് കൊടുത്തിരിക്കുന്നത്. സോ ആ റിപ്പീറ്റ് 5-നുള്ളിൽ വരുന്ന കാര്യങ്ങൾ അത്രയും പ്രാവശ്യം റിപ്പീറ്റ് വരും. ഏതൊക്കെയാണ് റിപ്പീറ്റ് വരാൻ പോകുന്ന കാര്യങ്ങൾ? മൂവ് 10 steps, ചേഞ്ച് സൈസ് ബൈ 10, സേ ഹലോ ഫോർ 2 seconds. ഈ കാര്യങ്ങൾ 5 times റിപ്പീറ്റ് ആകും. സോ ഓൺ ക്ലിക്കിംഗ് ഗ്രീൻ ഫ്ലാഗ് ദ എയർപ്ലെയിൻ സ്പ്രൈറ്റ് വിൽ മൂവ് 10 steps, ചേഞ്ച് ദ സൈസ് ബൈ 10, ഇറ്റ് വിൽ സേ ഹലോ ഫോർ 2 seconds. ദിസ് വിൽ ബി റിപ്പീറ്റഡ് 5 times. ക്ലിയർ ആയോ കൺട്രോൾ ബ്ലോക്ക്? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സോറി മക്കളെ, നെക്സ്റ്റ് വൺ പറയുന്നതിന് മുമ്പ് അതിൻ്റെ പ്രോഗ്രാം കൂടെ ഡിസ്കസ് ചെയ്യണമായിരുന്നു. ഓക്കെ, അപ്പോൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കണ്ടല്ലോ, ഇത് നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കൺട്രോൾ ബ്ലോക്കിൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വൺ പഠിക്കാം. നെക്സ്റ്റ് വൺ ഈസ് പെൻ ബ്ലോക്ക്.
The blocks within this group are used to control the pen on the screen. There are 11 pen blocks in this group. മക്കളെ പെന്നിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഈ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം, അപ്പോൾ നമുക്കൊക്കെ നന്നായിട്ട് മനസ്സിലാകും. For example, we want to create a stamp of our aeroplane sprite. എന്താ പെൻ കൺട്രോൾ നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്ന? ഗ്രാഫിക്സ് ഒക്കെ ആഡ് ചെയ്യാൻ വേണ്ടി, ഷെയ്ഡ്, ഗ്രാഫിക്സ് ഇതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പെൻ ബ്ലോക്ക് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ എയറോപ്ലെയിൻ്റെ സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതുമാത്രമല്ല നമുക്കതിനെ ഇൻക്രീസ് ചെയ്യുകയും വേണം, നമ്മുടെ സൈസ് ഇൻക്രീസ് ചെയ്യുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ റിപ്പീറ്റ് കൊടുക്കണം. സോ ദ സ്പ്രൈറ്റ് വിൽ അപ്പിയർ ആസ് ഷോൺ ഇൻ ദ ഇമേജ് ബിലോ. നോക്കിയേ, and the output after completing the repeat block will appear like this. മക്കളെ കാണുന്നുണ്ടോ സ്റ്റാമ്പിങ്? എന്താ ചെയ്യേണ്ടത്? സ്റ്റാമ്പ് കൂടെ കൊടുക്കുമ്പോൾ അതിൻ്റെ എയറോപ്ലെയിൻ്റെ ചേഞ്ച് കണ്ടോ മക്കളെ? ഓക്കെ, ഇതിൻ്റെ പ്രോഗ്രാം കൂടെ നമുക്ക് നോക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ പെൻ ബ്ലോക്ക്. മുകളിൽ പെൻ സ്ക്രിപ്റ്റ്സിൽ നിന്ന് നമ്മൾ പെൻ ബ്ലോക്ക് ആഡ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. കണ്ടോ, ടെക്സ്റ്റ് എല്ലാവരും നോക്കുക കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് സൗണ്ട് ബ്ലോക്ക്. Sound block means the blocks contained in these groups are used to control the sound. There are 11 sound blocks and 2 sound reporters. മക്കൾ, ഇത് നമ്മുടെ സ്പ്രൈറ്റ്സിന് സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അതായത് നമ്മുടെ അനിമേഷൻ വീഡിയോസിലൊക്കെ കാണാറില്ലേ സൗണ്ട് കൊടുക്കുന്നത്? സോ സിമിലർ വേ, ഫോർ എക്സാമ്പിൾ, if want to play a pop sound whenever the size of the aeroplane sprite increases. നമ്മുടെ എയറോപ്ലെയിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന ടൈമിൽ നമുക്കൊരു പോപ്പ് സൗണ്ട് ഇതിനകത്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? സൗണ്ട് ബ്ലോക്ക് സെലക്ട് ചെയ്യണം അല്ലേ? നോക്കിയേ, അവിടെ സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട്. ദെൻ പോപ്പ് സൗണ്ട് കൊടുക്കാൻ വേണ്ടി നമുക്ക് സൗണ്ട് ബ്ലോക്ക് സെലക്ട് ചെയ്താൽ മതി. കണ്ടോ, നമ്മൾ നേരത്തെ ചെയ്തു വെച്ച കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അതിന് സൈസ് കൊടുത്തതിന് ശേഷം ചേഞ്ച് സൈസ് കഴിയുമ്പോഴാണ്, എയറോപ്ലെയിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? സൗണ്ട് വരേണ്ടത്. അതുകൊണ്ടാണ് ചേഞ്ച് സൈസിൻ്റെ അടുത്ത സെക്ഷനായിട്ട് പ്ലേ സൗണ്ട് വന്നത്. കണ്ടോ, അതിന് ശേഷമേ സേ ഹലോ പറയാവുള്ളൂ. ഇതിൻ്റെ കോഡാണ് ഈ കാണിച്ചിരിക്കുന്നത്. ബ്ലോക്സ് എല്ലാം ക്ലിയർ ആയോ മക്കളെ? നമ്മൾ ഏതൊക്കെ ബ്ലോക്സാണ് പരിചയപ്പെട്ടത്? മോഷൻ ബ്ലോക്ക്, പിന്നെന്താ കൺട്രോൾ ബ്ലോക്ക്, പിന്നെന്തായിരുന്നു ലുക്സ് ബ്ലോക്ക് അല്ലേ? ലുക്സ് ബ്ലോക്ക് പരിചയപ്പെട്ടു. പിന്നെ കുറച്ച് മുമ്പ് പെൻ ബ്ലോക്ക് പരിചയപ്പെട്ടു, സൗണ്ട് ബ്ലോക്ക്. ഈ 5 ബ്ലോക്കുകൾ നന്നായിട്ട് പഠിച്ചിരിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മുടെ ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം ഈ ചാപ്റ്ററിൻ്റെ. യൂസ് ഓഫ് ഫോറെവർ ആൻഡ് ഫോറെവർ ഇഫ്. Forever block. Forever block is used to create an infinite loop. It is placed under control block and is a C block. This block can only be stopped by clicking stop sign or when stop or is activated or stop script is activated within the script. This is used to cut often in Scratch programming because during animation infinite loops is required at many places. മക്കളെ, പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫോറെവർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ടൊരു ബ്ലോക്കാണ്. ഓക്കെ, അതായത് നമുക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് പോകണം. നോ കൺട്രോൾ അതിൻ്റെ അത് കാണത്തില്ല. നമ്മൾ ലാസ്റ്റ് എവിടെയാണോ സ്റ്റോപ്പ് ചെയ്യേണ്ടത് അവിടെ വെച്ച് നിർത്തുക. അതുവരെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് നമുക്കൊരു വേവിങ് ഗുഡ് ബൈ പറയണമെന്ന് വിചാരിക്കും. ഒരു വേവിങ് ഹാൻഡ് വെച്ച് ഗുഡ് ബൈ പറയണമെന്ന് വിചാരിക്കും. അപ്പോഴെന്ത് ചെയ്യാം? നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള കോഡ് കാണിച്ചു തരാം. കണ്ടോ, ഫോറെവർ ഇത് റിപ്പീറ്റായിട്ട് വന്നുകൊണ്ടേയിരിക്കും, നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ. അപ്പോൾ എന്തായിരിക്കും ഫോറെവർ ഈഫ്? ഫോറെവർ ഈഫ് ഈസ് സിമിലർ ടു ഫോറെവർ ബ്ലോക്ക് with if condition attached to it. Then it is used to create an infinite loop. But
എന്താ where it is continuously check for its boolean condition. മക്കളെ ബൂളിയൻ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? അതായത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്താണ്, ഒന്നും തന്നെ സംഭവിക്കത്തില്ല. ഓക്കെ, സോ ഈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ബൂളിയൻ കണ്ടീഷൻ അനുസരിച്ച് റൺ ചെയ്യുന്നതിനാണ് ഫോർ ഈഫ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് ടു ഷോ എ വേവിംഗ് ഹാൻഡ് ടു സേ ഗുഡ് ബൈ when we press the space key on the keyboard, we should write the script. ഓക്കെ മക്കളെ നോക്കിയേ, ഇവിടെ കാണിച്ചിരിക്കുന്നത് കണ്ടു, ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കണം. കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? യെസ്, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ നമ്മുടെ വേവിംഗ് ഹാൻഡ് വർക്ക് ചെയ്യത്തുള്ളൂ. അതാണ് ബൂളിയൻ കണ്ടീഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ആ ബൂളിയൻ കണ്ടീഷൻ നമ്മൾ മുകളിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, കീ സ്പേസ് പ്രസ്ഡ്, കീ സ്പേസ് പ്രസ് ചെയ്താൽ മാത്രം എന്ത് ചെയ്യുക? ഗുഡ് ബൈ കൊടുക്കുക. ക്ലിയർ ആണോ? എന്തൊക്കെയാണ് നമ്മളിന്ന് പഠിച്ചത്? ഡിഫറെൻ്റ് ബ്ലോക്സ് പഠിച്ചു. പിന്നെ എന്താണ്, ഫോർ എവർ ഈഫിൻ്റെ ഉപയോഗം പഠിച്ചു അല്ലേ? അതിനുമുമ്പ് നമ്മൾ പഠിച്ചത് എന്താണ്, മൾട്ടിപ്പിൾ സ്പ്രൈറ്റ്സിനെ എങ്ങനെ ആഡ് ചെയ്യാമെന്ന്. ഇനി നമുക്ക് നമ്മുടെ ഫോണിൽ എങ്ങനെയാണിത് ഒന്ന്, അതായത് ഫോണിൽ എങ്ങനെയാണ്, ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരു ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഞാൻ ആദ്യം സ്ക്രാച്ച്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ വിളിച്ചു ചോദിക്കണം കേട്ടോ. സ്ക്രാച്ച് ഇപ്പോൾ ഓപ്പൺ ആയി വന്നു. ഇവിടെ ഞാൻ നേരത്തെ ഓൾറെഡി കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്.